ആരെങ്കിലും ആ മനുഷ്യനെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ ഉണ്ടാകും ഇന്ത്യയുടെ കൂടെ. പക്ഷെ മോദിക്ക് പകരം ഇന്ത്യയിൽ മറ്റൊരാളാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ എനിക്ക് അത്ര ഉറപ്പില്ല. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിലെ എവിയനിലെ ബേസിൻസിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് ഈ വാക്കുകൾ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു പോയി, അമ്പരന്നുപോയി. ഒരു ലോക നേതാവിനും ഇന്ന് വരെ അമേരിക്കൻ മണ്ണിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ ലഭിക്കാത്ത തരത്തിലുള്ള പരസ്യമായ അത്യപൂർവമായ ഒരു ഉറപ്പായിരുന്നു അത്. ലോകരാഷ്ട്രീയത്തിന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസ് സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെ പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ലോക നേതാവിന് ആഗോളതലത്തിലുള്ള വില എത്രത്തോളമാണെന്ന് ഈ ഒറ്റ വാക്കിൽ വ്യക്തമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നു. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. ഈ വാക്കുകൾക്ക് പിന്നിൽ ലോകം കാണാത്ത അണിയറയിൽ നടന്ന ചില കലുഷിതമായ നീക്കങ്ങളുണ്ട്. വെറും വാക്കുകൾ വിശ്വസിച്ചിരിക്കാൻ ഇന്നത്തെ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. പ്രത്യേകിച്ച് ട്രംപ് ഒപ്പം നിൽക്കാൻ വൻ ശക്തികൾ ഓടിയെത്തുമ്പോഴും ശത്രുക്കൾക്ക് നേരെ സ്വന്തം കരുത്തിൽ വിശ്വരൂപം കാണിക്കാൻ പോകുന്ന ഇന്ത്യയുടെ പുതിയ അടവുകൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര തലത്തിൽ വൻ ചർച്ചയായി മാറിയ ട്രംപ് മോദി കൂടിക്കാഴ്ചയുടെ ആരും പറയാത്ത അണിയറ കഥകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വിശദമായി തന്നെ ഞാൻ ഇതിൽ വിവരിക്കുന്നുണ്ട്. നിങ്ങൾ മുഴുവൻ ഇരുന്ന് കാണുക. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രൗഢി എത്രത്തോളം ഉണ്ടെന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് അല്പം പിന്നോട്ട് പോകണം. 16 മാസങ്ങൾക്ക് ശേഷം ട്രംപും മോദിയും നേരിട്ട് കാണുമ്പോൾ അതിന് വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിലേക്ക് നയിച്ച പ്രധാന സംഭവം 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കമാണ്. കശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ എടുത്ത തീരുമാനം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. മെയ് 7-ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾ കൃത്യമായി ലക്ഷ്യമിട്ട് അതിശക്തമായ ബോംബാക്രമണം നടത്തി. അവയെ തരിപ്പണമാക്കി കളഞ്ഞു. 2 ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷമായ സൈനിക ഏറ്റുമുട്ടൽ ഏകദേശം 88 മണിക്കൂറുകളോളം നീണ്ടു നിന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്വാസമടക്കി പിടിച്ചാണ് ആ 88 മണിക്കൂറുകൾ നോക്കി നിന്നത്. കാരണം ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന് പലരും ഭയന്നതാണ്. ഒടുവിൽ മെയ് 10-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ പലരും കരുതിയത് ഇതിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ്. അത്തരത്തിലായിരുന്നു ട്രംപിന്റെ വലിയ വലിയ വീമ്പ് പറച്ചിൽ. എന്നാൽ ഇന്ത്യ വളരെ കൃത്യമായി ഉറച്ച ശബ്ദത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇത് ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ടെടുത്ത തീരുമാനമാണ്. അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങളിന്ന് വെറുതെ വിടണമെന്ന്. എന്നാൽ ഇതിൽ ട്രംപിനോ അമേരിക്കയ്ക്കോ യാതൊരു പങ്കുമില്ല. ശത്രുവിനെ തകർക്കാനും ആവശ്യമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഇന്ത്യക്ക് മറ്റാരുടെയും മധ്യസ്ഥത ആവശ്യമില്ലെന്ന ശക്തമായ സന്ദേശമാണ് മോദി സർക്കാർ അന്നവിടെ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു നേതാക്കളും നേരിട്ട് കാണുന്ന ആദ്യ വേദിയായിരുന്നു ഫ്രാൻസിലെ ഈ G7 ഉച്ചകോടി. എന്നാൽ ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എല്ലാ കാര്യങ്ങളും അത്ര സുഖകരമായിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. അണിയറയിൽ വൻ നയതന്ത്ര തർക്കങ്ങൾ പുകയുന്നുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് വ്യാപാര നികുതി അഥവാ താരിഫ് തർക്കങ്ങൾ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും അതിനെതിരെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നിലപാടുകളും സാമ്പത്തിക മേഖലയിൽ നേരിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമതായി നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യക്കാരുടെ വിസ നിയമങ്ങളാണ്. അതായത് അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കിയല്ലോ. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ വരാനുള്ള നിയമങ്ങൾ ട്രംപ് ഭരണകൂടം കർശനമാക്കിയത് ഇന്ത്യയെ ഒന്ന് ചൊടിപ്പിച്ചിരുന്നു. കാരണം അവിടെയുള്ള 3/4 തൊഴിലാളികളും ഇന്ത്യക്കാരാണ്. പിന്നെ മൂന്നാമതായി ഒമാൻ കടലിടുക്കിലെ ചോരക്കളി. ഗൾഫ് മേഖലയിൽ വെച്ച് അമേരിക്കൻ സൈന്യം നടത്തിയൊരു ആക്രമണത്തിനിടയിൽ കപ്പലിലുണ്ടായിരുന്ന നമ്മുടെ 3 ഇന്ത്യൻ നാവികരാണ് കൊല്ലപ്പെട്ടത്. രാജ്യാന്തര തലത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും പ്രകോപിപ്പിച്ചതുമായ സംഭവമായിരുന്നു ഇത് നടന്ന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇതിന് പിന്നാലെ വെറും 48 മണിക്കൂറുകൾക്കുള്ളിൽ 2 തവണയാണ് ഇന്ത്യ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി തങ്ങളുടെ കടുത്ത പ്രതിഷേധവും മുന്നറിയിപ്പും അറിയിച്ചത്. അപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ ഒരിക്കലും തല കുനിക്കില്ല എന്ന വ്യക്തമായ താക്കീതായിരുന്നു ആ സംഭവം. അപ്പോൾ ഈ തർക്കങ്ങളെല്ലാം പരിഹരിക്കാൻ അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഫ്രാൻസിൽ വെച്ച് ട്രംപും മോദിയും നേർക്കുനേർ തന്നെ വരുന്നത്. എല്ലാ തർക്കങ്ങളും നിലനിൽക്കുമ്പോഴും മോദി എന്ന നേതാവിനെ വ്യക്തിപരമായി ബഹുമാനിക്കാതിരിക്കാൻ ട്രംപിന് കഴിയില്ലായിരുന്നു. ആര് കണ്ടാലൊന്നും എഴുന്നേറ്റ് നിൽക്കുന്നൊരു പ്രകൃതക്കാരനാണ് മോദി, ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ തെളിവാണ്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ തന്നെ വലിയ അടുപ്പത്തിലാണ്. ഞാനും മോദിയും അതുപോലെ ഞങ്ങളുടെ രാജ്യങ്ങളും
നമ്മുടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അത്രയേറെ അടുത്തു കഴിഞ്ഞു. ഇതിലും നല്ലൊരു സൗഹൃദം ഇനി ഉണ്ടാകാനില്ല. ട്രംപ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതാണ്. ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അത് നിങ്ങൾ പ്രത്യേകം പറയണ്ട. എങ്കിൽ കൂടി ഗൾഫ് മേഖലയിൽ വെച്ച് 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ട്രംപ് പരസ്യമായി ദുഃഖം രേഖപ്പെടുത്തുകയും ആ പ്രശ്നം പരിഹരിക്കാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ കടുത്ത പ്രതിഷേധം അമേരിക്കയെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു ട്രംപിൻ്റെ ഈ ഖേദപ്രകടനം. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്, അറിയാമല്ലോ. ട്രംപ് അത്യാവശ്യം നല്ല ബിസിനസ്സുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഒരു ഗുജറാത്തി ബിസിനസ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും മോദിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാണ്. ബിസിനസ് ചർച്ചകളിലും കച്ചവട കാര്യങ്ങളിലും മോദി വളരെ കർക്കശനായ ടഫായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹം ഭരണത്തിലുള്ളിടത്തോളം കാലം ഇന്ത്യ വളരെ നന്നായി മുന്നോട്ട് പോകും, ഇനിയും വലിയ രീതിയിൽ വളരും. സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റിനോട് വളരെ കടുപ്പത്തിൽ സംസാരിക്കാൻ മടിക്കാത്തൊരു നേതാവാണ് മോദി എന്ന് ട്രംപ് അടിവരയിട്ട് പറയുകയായിരുന്നു അവിടെ. ഓർക്കണം, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വാഴ്ത്തിപ്പാടുകയാണ് വിദേശ രാജ്യങ്ങൾ. ഇന്ന് നമുക്കിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശത്തിലേക്ക് വരാം. ട്രംപ് നൽകിയ ഈ വലിയ ഉറപ്പ്, അതായത് ആരിന്ത്യയെ ആക്രമിച്ചാലും ഞങ്ങൾ ഓടിയെത്തുമെന്ന വാഗ്ദാനം, ഇന്നത്തെ ഇന്ത്യ എങ്ങനെയാണ് കാണുന്നത് എന്ന് കൂടി പറയണ്ടേ. പണ്ടൊക്കെ വിദേശ ശക്തികളുടെ സഹായത്തിനായി നമ്മൾ കാത്തു നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അയൽ രാജ്യങ്ങൾ അതിക്രമം കാണിക്കും, അതായത് ഇവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുമ്പോഴും നമ്മൾ സമാധാനത്തിനായി എങ്ങോട്ട് പോകും. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലോ വാഷിങ്ടണിലോ പരാതിയുമായി പോയിരുന്നൊരു കാലം നമ്മൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. ഇത് 2026 ഇന്നത്തെ ഇന്ത്യ സ്വയം പര്യാപ്തരാണ്, ആത്മനിർഭരാണ്. അമേരിക്കയുടെ സൗഹൃദത്തെ ഇന്ത്യ ബഹുമാനിക്കുന്നു. എന്നാൽ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ ആരുടെയും കാരുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. അത് നമ്മൾ കഴിഞ്ഞ 1 വർഷം മുമ്പ് കണ്ട് മനസ്സിലാക്കിയതാണ്, ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തതാണ്. ശത്രുക്കൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചാൽ അവരെ എങ്ങനെ നേരിടണമെന്ന് ഇന്ത്യൻ സൈന്യത്തിന് വളരെ നല്ലതുപോലെ അറിയാം. സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ ആയാലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും ഇന്ത്യ അത് തെളിയിച്ചതാണ്. ചൈനയോ പാകിസ്ഥാനോ മറ്റാരെങ്കിലും ആവട്ടെ, ആരോ വന്നോട്ടെ, എതിരെ ആര് വന്നാലും അവരെ തുരത്തി ഓടിക്കാൻ ഇന്നത്തെ ഇന്ത്യ മിടുക്കരാണ്. സ്വന്തം ആയുധശേഖരവും സ്വന്തം സാങ്കേതിക വിദ്യയും കരുത്തുറ്റ നേതൃത്വവും അതൊക്കെ ഉള്ളപ്പോൾ ഇന്ത്യക്ക് ഇനി ആരെയും കാത്തു നിൽക്കേണ്ടതില്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല. ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയുടെ ആഗോള സ്വീകാര്യതയുടെ തെളിവാണ്, അക്കാര്യത്തിൽ സംശയവുമില്ല. മറ്റൊരു ലോക നേതാവിനും അവകാശപ്പെടാനില്ലാത്തത്ര വലിയൊരു ബാക്കപ്പാണ് അമേരിക്ക പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ നാറ്റോയിൽ പോലും ഇല്ല എന്ന് ഓർക്കണം. നാറ്റോയുടെ കാര്യം അറിയാലോ. അപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് ട്രംപ് നൽകിയ ഉറപ്പിലല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെയും അതിർത്തി കാക്കുന്ന ജവാന്മാരുടെയും ആത്മവിശ്വാസത്തിലാണ്. ഫ്രാൻസിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ച ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനിയൊരു ആഗോള രാഷ്ട്രീയവും ഇല്ല. ഇനി അങ്ങനെ ഒരു സീനേ ഇല്ല. മോദിയുടെ കീഴിൽ ഇന്ത്യ കൈവരിച്ച നയതന്ത്ര വിജയം ചെറുതൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക പോലും ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ചും നരേന്ദ്രമോദി ഇന്ത്യയെ നയിക്കുമ്പോൾ. എന്നാൽ ഭാരതം ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ്. ആരുടെയും സഹായം നമുക്ക് വേണ്ട. തന്നവർക്കൊക്കെ നമ്മൾ ആ റെസ്പെക്റ്റോടെ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുന്നു. എന്തായാലും ശത്രുക്കളുടെ കോട്ട തകർക്കാൻ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് സാധിക്കും. അമേരിക്കയുടെ പരസ്യ പിന്തുണയെക്കുറിച്ചും ഇന്ത്യയുടെ ഇന്നത്തെ സൈനിക കരുത്തിനെ കുറിച്ചും അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.